നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. നമ്മുടെ കോട്ടയം പള്ളിക്കത്തോട് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. KR നാരായൺ, മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ പേരുള്ള ആ വിഷ്വൽ സയൻസ് ആൻഡ് ടെക്നോളജി ആ സ്ഥാപനത്തിൽ, കോളേജ് ഓഫ് ആർട്സ് ആൻഡ് വിഷ്വൽ സയൻസ്, അവിടെ NSSലെ ബാലവികാസിലെ കുട്ടികൾ, ബാലസമാജത്തിലെ കുട്ടികൾ അവിടെ വന്നു. 2 ദിവസമായി പഠനയാത്രയുടെ ഭാഗമായിട്ട് വന്നതാണ്. NSSൻ്റെ ആണ് കൂടെയുള്ള, അല്ലെങ്കിൽ ഒരു ജാതി സംഘടനയുടെ പേരിൽ വന്നതായതുകൊണ്ട് അകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞ് അന്നത്തെ ക്ലാസ് വരെ മുടക്കി കളഞ്ഞു. അവിടുത്തെ ഡയറക്ടർ ഒരു ക്ലാസ് എടുത്ത് രണ്ടാമത്തെ ക്ലാസ് ഡയറക്ടർ എടുത്തോണ്ടിരിക്കുകയാണ്. ആ സമയത്തായിരുന്നു ഈ SFIക്കാരുടെ അതിക്രമം. അതെ, ആ കുഞ്ഞുങ്ങൾക്ക് എന്തുമാത്രം വേദന ഉണ്ടാകും എന്നൊക്കെ നമ്മളന്ന് എടുത്തു പറഞ്ഞാണ്. കാരണം ആ കുഞ്ഞുങ്ങളുടെ വേദനയ്ക്ക് എന്തോ ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഫലം കണ്ടിട്ടുണ്ട് അല്ലേ. അവിടുത്തെ SFI കൗൺസിൽ മൊത്തത്തിൽ പിരിച്ചുവിട്ടു എന്നാണ് പറയുന്നത്. ആ പിരിച്ചു വിട്ടാലും ഇല്ലെങ്കിൽ ഇനിയിപ്പം ആ കൗൺസിൽ പിരിച്ചു വിട്ടാൽ ഇനി വരുന്നത് അതിനെക്കാട്ടിയും വലിയൊരു കൗൺസിലായിരിക്കും. അല്ലാതെ അതിനെക്കാട്ടിയും ഈ അക്രമവാസനയും ഈ മൂരാച്ചി സ്വഭാവവും ഒക്കെ കുറഞ്ഞൊരു കൗൺസിൽ ഇനി വരാൻ സാധ്യതയില്ല. അത് മാത്രമല്ല, രാജേഷ് ജി പറഞ്ഞിട്ട് ഞാൻ പറയാം, അത് മാത്രമല്ല, ഇതിനേക്കാൾ ഭീകരമാണ് വരാൻ പോകുന്നത്. അതായത് 10 കൊല്ലത്തിന് ശേഷം ഭരണം നഷ്ടപ്പെട്ടു, കയ്യിൽ നിന്ന് വിട്ടു. അപ്പോൾ ഇനി പ്രതിപക്ഷം തിരുന്നേ പറ്റും. ഓരോരോ കലാലയങ്ങളും അസ്വസ്ഥബാധിതമാക്കണം, അടിയുണ്ടാക്കണം. അതുമാത്രമല്ല, പഠിക്കാൻ വന്നിരിക്കുന്ന ഇതൊരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു സിനിമയെ ബന്ധപ്പെട്ട ഫിലിം ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു സിനിമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സമസ്ത, അതായത് സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, ക്യാമറ, അങ്ങനെ എല്ലാ വിഷയങ്ങളും നമ്മളെ പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഒരു വിശ്വോത്തരമായി മാറാൻ സാധ്യതയുള്ള ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. പക്ഷെ തലപ്പത്ത് തോന്നുന്ന ചിലരൊക്കെ ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞു ആദ്യമേ. പക്ഷെ ഇപ്പോഴും വീണ്ടും പച്ചപിടിച്ച് വരുന്നുണ്ട്. എന്തായാലും കോട്ടയത്ത് ആ സ്ഥാപനത്തിൽ അവിടെ വരെ, അതായത് സാങ്കേതിക വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളിലൊക്കെ കയറി SFIയുടെ യൂണിറ്റ് തുടങ്ങിക്കോട്ടെ, ഏത് രാഷ്ട്രീയ കക്ഷിയുടെ യൂണിറ്റ് തുടങ്ങിയാലും ഇവരൊക്കെ ഈ കുട്ടികളെയൊക്കെ സമരത്തിന് വിളിച്ചുകൊണ്ട് പോവുകയും അല്ലെങ്കിൽ അവിടെ അടിയുണ്ടാക്കുകയും, ഇതൊക്കെ ഈ ചുമ്മാതല്ലല്ലോ ആന്റണി രാഷ്ട്രീയം നിരോധിച്ചത് സ്കൂളുകളിലൊക്കെ. അല്ല, ഹൈക്കോടതിയാണ് നിരോധിച്ചത്. ആന്റണി അതിനെ ശരിവെച്ചു. ആന്റണി സർക്കാർ ഹൈക്കോടതിയുടെ നിർദ്ദേശം, ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് ഈ കലാലയ രാഷ്ട്രീയം നിരോധിച്ചു. ശരിക്കും അത് തന്നെയല്ലേ വേണ്ടത്. കാരണം ഈ കുട്ടികൾ, അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ളത്, സത്യത്തിൽ SFI എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അതല്ലേ നമ്മൾ അന്വേഷിക്കേണ്ടത്. SFI പോലൊരു വിദ്യാർത്ഥി സംഘടന, SFI അത്ര മോശം സംഘടനയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുകയും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തങ്ങളുടേതായ ഒരു മേൽക്കൈ നേടുകയൊക്കെ ചെയ്ത ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം തന്നെയാണ്, രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് SFI. SFIയിലൂടെ വളർന്നു വന്ന ഒരുപാട് പേര് ഇന്നിപ്പോൾ നമ്മുടെ മന്ത്രിമാരൊക്കെ ആയിരുന്ന പലരും SFIയിലൂടെ വളർന്നു വന്നവരല്ലേ. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ, P. രാജീവ് ഉൾപ്പെടെയുള്ളവർ, MP രാജേഷ് ഉൾപ്പെടെയുള്ളവർ, MP മാരും MLA മാരും ഒക്കെ ആയി അവർ മികച്ച പ്രകടനവും എന്നാൽ മോശം പ്രകടനവും കാഴ്ചവെച്ചവരുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ. പക്ഷേ ഇതിപ്പോൾ SFI ആണ്, നാളെ SFI മാറി KSU ആവും, അത് മാറി ABVP ആവും. അതൊക്കെ കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച്, വിദ്യാർത്ഥികളുടെ താല്പര്യം അനുസരിച്ച് പല സംഘടനകൾ കടന്നു വരും, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് SFI ഇങ്ങനെ ചെയ്തു നോക്കൂ. ഈ പള്ളിക്കത്തോട്ടിലെ ഈ കലാലയത്തിന്, ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഈ ഭൂമി സൗജന്യമായിട്ട് നൽകിയത് ആരാണ്? NSS ആണ്. ഒന്നും രണ്ടല്ല, 10 ഏക്കർ 58 സെന്റ് സ്ഥലം, കൃത്യമായ തെളിവുകളുണ്ട്. നിയമസഭയിൽ ചോദ്യം വരുന്നു, KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള സ്ഥലം ദാനമായി കൊടുത്തത് NSS ആണെന്ന് പറയുന്നു. അത് എപ്പോഴാണ് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് ചോദ്യം വരുന്നു. അതിന് കൃത്യമായ മറുപടി നിയമസഭയിലെ ചോദ്യത്തിന് സർക്കാർ പറഞ്ഞ മറുപടിയാണ്. കോട്ടയം ജില്ലയിലെ അകലക്കുന്നം പഞ്ചായത്തിലെ തെക്കുംതലയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനായി നായർ സർവീസ് സൊസൈറ്റി, എടുത്തു പറയുന്നു, നായർ സർവീസ് സൊസൈറ്റി സൗജന്യമായി നൽകിയ 10 ഏക്കർ 58 സെൻറ്റ് ഭൂമി അത് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു, അത് പുരോഗമിക്കുന്നു. 1ാം ഘട്ട നിർമ്മാണം ഉടൻ തന്നെ പൂർത്തിയാക്കും. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനം ഉടനെ ആരംഭിക്കും എന്ന് സർക്കാർ നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ്. അപ്പോൾ NSS അവിടെ നായന്മാർക്ക് മാത്രം പഠിക്കാനാണോ ഇത് കൊടുത്തത്? അല്ല,
എല്ലാ ജാതിക്കാർക്കും അവിടെ പഠിച്ചൂടെ? എല്ലാ മതക്കാർക്കും അവിടെ പഠിച്ചൂടെ? മെറിറ്റിലല്ലേ അഡ്മിഷൻ കൊടുക്കേണ്ടത്? അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറവാണ്, അവർക്ക് മടിയാണ്. കാരണം അത് തുടങ്ങാനും ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങാൻ അവർക്കൊരു മടിയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഇതൊരു ഗവൺമെന്റ് നടത്തട്ടെ എന്ന് പറഞ്ഞു കൊടുത്തതാ. ഭൂമി NSSന്റേതാണ്, സൗജന്യമായിട്ട് കൊടുത്തു, ₹1 പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല. അല്ല, പ്രതിഫലം വാങ്ങിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, NSS കണ്ടീഷൻ വെച്ചിട്ടില്ല. അവിടെ 10 നായന്മാർക്ക് അഡ്മിഷൻ കൊടുക്കണമെന്ന് കണ്ടീഷൻ വെച്ചില്ല. അങ്ങനെ ഒന്നും വെക്കാതെ NSS സർക്കാരിന് സൗജന്യമായിട്ട് ഭൂമി കൊടുത്തു. അവിടെ സർക്കാർ പണം മുടക്കി ഒരു കലാലയം പണിയുമ്പോൾ അവിടെ എല്ലാവർക്കും പ്രവേശനമുണ്ട്. അവിടെ ഈ NSS നായർ സമാജത്തിൻ്റെ ബാലസമാജത്തിലെ കുട്ടികൾ ഒരു ക്യാമ്പിൻ്റെ ഭാഗമായി അവിടെ സന്ദർശിക്കാനും അവിടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനും വരുമ്പോൾ അത് മുൻകൂർ അപേക്ഷിച്ച് അനുമതി നൽകി എല്ലാ ശനിയാഴ്ചയും അവിടെ അത്തരത്തിൽ പുറത്തു നിന്ന് ആൾക്കാർക്ക് പ്രവേശനം കൊടുക്കും. പല സംഘടനകളിൽ നിന്നും, പല ക്രിസ്ത്യൻ സഭകളുടെ, പള്ളികളുടെ സംഘടനകൾ അവിടെ കുട്ടികളെയും കൊണ്ടുവന്നിട്ടുണ്ട്. അന്നൊന്നും SFIക്ക് ചൊറിഞ്ഞില്ലല്ലോ. അന്നൊന്നും SFIക്ക്, ഈ ക്രിസ്ത്യൻ സഭകളെന്ന് പറയുമ്പോൾ എല്ലാം മറ്റേ മുന്തിയ സഭകളാണ് കേട്ടോ, പെന്തക്കോസ്തുകാരല്ല. അവർക്ക് സിനിമയൊന്നും അത്ര താല്പര്യമുള്ള വിഷയമല്ല. അവിടെ ഈ മുന്തിയ ക്രിസ്ത്യൻ സഭകൾ, കാത്തലിക് ചർച്ച്, അവരുടെയൊക്കെ കുട്ടികളെയും കൊണ്ട് അവിടെ സഭകൾ വന്നപ്പോൾ, അവരുടെ ആൾക്കാർ വന്നപ്പോൾ SFIക്ക് അന്നൊന്നും ചൊറിഞ്ഞില്ല. അന്നൊന്നും ഇടതുപക്ഷത്തിലെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ബഹളം നടന്ന ദിവസം ഒരു SFI കുഞ്ഞ് കിടന്ന് ആക്രോശിച്ചു, നീ ഒന്നും ഞങ്ങൾക്ക് വോട്ട് തന്നില്ലല്ലോടാ, ഞങ്ങളെ തോൽപ്പിച്ചില്ലേ, നിന്റെ ഒന്നും പിള്ളേരുടെ അല്ല, അത് ഈ പിള്ളേരെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് ചെയ്യുന്നത്. ഈ പിള്ളേർ ഇതിന്റെ പുറകിൽ അത് ക്യാപ്സ്യൂൾ, അതാണ് ഇതിന്റെ പുറകിൽ ഒരു വലിയ ആസൂത്രണമുണ്ട്. ആ ആസൂത്രണം നടത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, ഉത്തരേന്ത്യയിൽ നിന്ന് അടിച്ചോടിച്ച് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇപ്പോൾ കേരളത്തിലേക്ക് കുടിയേറിയിരിക്കുന്ന അർബൻ നക്സലുകളാണ്. അതായത് ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും മധ്യപ്രദേശിലും ഒന്നും രക്ഷയില്ല, മഹാരാഷ്ട്രയിലൊന്നും രക്ഷയില്ല, ആന്ധ്രയിൽ പോലും രക്ഷയില്ല, തമിഴ്നാട്ടിൽ പണ്ടേ രക്ഷയില്ല. അവിടെ നിന്നെല്ലാം അടിയും കൊണ്ട് പുളിയും കുടിച്ച് അവിടുന്ന് ഓടി വന്ന കുറെ അർബൻ നക്സലുകൾ കേരളത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. അർബൻ നക്സലുകൾ CPMന്റെ തണലിൽ അവരും രക്ഷപ്പെടില്ല. അല്ല, CPMന്റെ തണലിൽ CPMനുള്ളിലേക്ക് അവർ നുഴഞ്ഞു കയറിയിരിക്കുന്നു. CPMനുള്ളിൽ ഇപ്പോൾ ആരൊക്കെയാണ് നുഴഞ്ഞു കയറിയത്? CPMനുള്ളിലേക്ക് നുഴഞ്ഞു കയറിയത് സത്യത്തിൽ ജമാഅത്ത് ഇസ്ലാമി നുഴഞ്ഞു കയറിയിട്ടില്ലേ? പോപ്പുലർ ഫ്രണ്ട് നുഴഞ്ഞു കയറിയിട്ടില്ലേ? SDPI നുഴഞ്ഞു കയറിയിട്ടില്ലേ? ഇപ്പോൾ അവരെല്ലാം കൂടും കുടുക്കെ എടുത്ത് നേരെ UDFന്റെ കൂടെ പോയപ്പോഴാണ് ടപ്പേന്ന് മൂട്ടി വീണത്. വലിയ ഉയരത്തിൽ നിൽക്കുകയായിരുന്നു, വലിയ ഉയരത്തിൽ. പക്ഷെ അതൊന്നും വോട്ടെല്ലാം തിരിച്ചറിഞ്ഞില്ലല്ലോ അവര്. അല്ല, ഇതൊന്നും വോട്ട് ആകില്ല, അത് തിരിച്ചറിയില്ലെന്നേ. വോട്ട് നൽകില്ലെന്ന് അവർക്കറിയാലോ. SDPIക്കും ജമാഅത്ത് ഇസ്ലാമിക്കും അവർക്കറിയാം ഞങ്ങളുടെ വോട്ട് ഇപ്പുറത്താണ്. അതായത് വളരെ കൃത്യമായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇടപെടലാണിത്. പൊളിറ്റിക്കൽ ഇസ്ലാമിന് CPMനെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു. C. രവീചന്ദ്രൻ പറയുന്നത് പോലെ ഇസ്ലാം നിങ്ങളെ സഹായിച്ചാൽ അതിനുള്ള കൂലി വാങ്ങിയിരിക്കും. കൂലി വാങ്ങിച്ചു, ഇനി നിങ്ങളെ വേണ്ട, വലിച്ചു ദൂരെ എറിഞ്ഞു, താഴെ തള്ളിയിട്ടു, 4 കാലും പറിച്ച് താഴെ വീണു. ഇനി വീണ് കാലൊടിഞ്ഞു, ഇനി എണീറ്റ് നടക്കാൻ വയ്യ. അപ്പോഴാണ് പുസ്തകത്തിലൂടെ അതെ P. ജയരാജന്റെ മുന്നറിയിപ്പ് വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയി. അല്ല, അങ്ങനെ വീണ് എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുന്നവനാണ് NSSന്റെ നെഞ്ചത്തോട്ട് കയറുന്നത്. ഇനിയിപ്പോൾ SNDPക്കാർ പിള്ളേരെയും കൊണ്ട് വന്നാൽ, അവരുടെ ശാഖകളിൽ നിന്ന് ഇതുപോലെ കുട്ടികളെയും കൊണ്ടുവന്നാൽ അവർക്കും ഇതുപോലെ അയിത്തം കൽപ്പിക്കും, അല്ലേ? കാരണം ഇപ്പം SNDPയും പിന്നെ സവർണ സംഘടനയാണ്, BJPക്ക് വോട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തു, അല്ലേ? ഈ നാറിയ ഭരണം, കഴിഞ്ഞ 5 കൊല്ലത്തെ ഭരണം സഹിക്കവയ്യാതെ പൊറുതിമുട്ടി ജനം ഈ രക്ഷാപ്രവർത്തനം ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞു കുത്തിയതല്ലേ? അപ്പോൾ അതിനെ അർബൻ നക്സലുകളുടെ ബുദ്ധിയിൽ ഈ ലെഫ്റ്റ് ജിഹാദി എക്കോസിസ്റ്റം എന്നൊരു സാധനമുണ്ട്, ലെഫ്റ്റ് ജിഹാദി എക്കോസിസ്റ്റം. അതിൻ്റെ ബുദ്ധിയിൽ വിരിഞ്ഞ ഒരു തന്ത്രമാണ് ഈ NSSന്റെ കുട്ടികളോട് ഇവിടെ ഇങ്ങനെ പെരുമാറാൻ കാര്യം. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ. അവിടെ പട്ടികജാതി പട്ടികവർഗ സംവരണ സീറ്റിൽ SFI പറയുന്ന ആൾക്കാർക്ക് അഡ്മിഷൻ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ഒരു തീരുമാനമെടുത്തു, അങ്ങനെ SFI പറയുന്ന എല്ലാവർക്കും അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ല, അതിൽ കഴിവുള്ളവർക്ക് കൊടുക്കാം. കാരണം സിനിമയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം വേണം, ഇത് പഠിക്കാനൊരു താല്പര്യം വേണം. വെറുതെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട്, കലാലയ രാഷ്ട്രീയം കളിക്കാനായിട്ട് അഡ്മിഷൻ കിട്ടി ഇവിടെ വരിക. നമ്മുടെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ രാജേഷ് ജി എടുത്ത് നോക്കൂ, ആർട്സ് സബ്ജക്റ്റ് പഠിക്കുന്ന കുട്ടികൾ മുഴുവനും ഇതുപോലെ വരുന്നവരാണ്. തൊട്ടെതിരെ സംസ്കൃത കോളേജിൽ സംസ്കൃതവുമായിട്ട് പുലബന്ധമില്ലാത്ത, സംസ്കൃതം പഠിക്കാൻ അശേഷം താല്പര്യമില്ലാത്ത ഇത്തരത്തിലുള്ള നിരവധി ആൾക്കാർ വരുന്നുണ്ട്. പഠിക്കാൻ വരുന്ന കുട്ടികളെ പോലും
തടസ്സപ്പെടുത്തുന്ന, അവരുടെ പഠനത്തെ അവസാനിപ്പിക്കുന്ന തരത്തിൽ കലാലയ രാഷ്ട്രീയം കളിക്കാൻ, അക്രമ രാഷ്ട്രീയം കളിക്കാൻ. വിദ്യാർത്ഥി രാഷ്ട്രീയവും കലാലയ രാഷ്ട്രീയമാണെങ്കിൽ നമുക്ക് സഹിക്കാം. ഇതല്ല, ഇത് അക്രമ രാഷ്ട്രീയമാണ്. ആ അക്രമ രാഷ്ട്രീയം, അതായത് വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് പോലീസിനെ നേരിടുക, വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് തെരുവുകൾ കുരുതിക്കളമാക്കുക, ഈ CPMൻ്റെ കുടിലതന്ത്രം. രണ്ടാം മുണ്ടശ്ശേരി എന്ന് പറയുന്ന MA ബേബി അങ്ങ് ഡൽഹിയിൽ MP ആയിരുന്ന കാലം തൊട്ട് തുടങ്ങിയതാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം, ഈ തരത്തിൽ വിദ്യാർത്ഥികളെ ഉപയോഗിക്കാൻ. അങ്ങനെ കുറേ ഗുണ്ടകളെ വാർത്തെടുത്ത്, ഗുണ്ടകളെ നിർമ്മിച്ച് അവരെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പോലീസിനെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു വിടുകയാണ്. ഇതാണ് ഈ അർബൻ നക്സൽ സ്വഭാവം. ഇത് വളരെ കൃത്യമായിട്ട് ഈ ജാതി പറഞ്ഞിവിടെ തമ്മിലടിപ്പിക്കാൻ ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ടായിരിക്കുന്നു. ആ ഹിന്ദു വോട്ട് ബാങ്ക് കുറച്ച് കോൺഗ്രസിനും കുറേ BJPക്കും അനുകൂലമായിരിക്കുന്നു, അത് ഇടതുപക്ഷത്തിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്ന് അത് പൊളിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പോൾ കണ്ടത്. സത്യം, എനിക്ക് അതിൽ കവിഞ്ഞൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ കേരളത്തിൽ വാസ്തവത്തിൽ വർഗീയത വളർത്തുന്നത് ആരാണ്? ജാതി വളർത്തുന്നത് ആരാണ്? ഇടതുപക്ഷമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നോക്കൂ, നമ്മൾ സത്യപ്രതിജ്ഞയ്ക്ക് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് ദേശീയ ഗീതമാണ്. സർക്കാർ ചടങ്ങുകളിലെല്ലാം ഔദ്യോഗിക, പ്രത്യേകിച്ചും ഗവർണറും പ്രസിഡൻറ്റും പങ്കെടുക്കുന്ന ഔദ്യോഗിക ചടങ്ങുകളിലെല്ലാം തുടക്കത്തിൽ വന്ദേമാതരവും അവസാനിക്കുമ്പോൾ ജനഗണമനയും പാടണം എന്നുള്ളത് കേന്ദ്ര സർക്കാർ നിയമഭേദഗതിയിലൂടെ കൊണ്ടുവന്നിരിക്കുന്ന കാര്യമാണ്. അതിനെ എതിർത്തുകൊണ്ട് ഒരു MLA രംഗത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ മരുമകൻ PA മുഹമ്മദ് റിയാസ്. അതിലെ 2 സ്റ്റാൻസ കഴിഞ്ഞ് ബാക്കി വരുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നു. എനിക്ക് ഈ ഉണ്ടായ ആശങ്ക പരിഹരിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം റിയാസിന്, പക്ഷെ അത് നാണക്കേടാണ്. എൻ്റെ മാന്യത കൊണ്ട് ഞാനത് പറയുന്നില്ല. ഈ ആശങ്ക, റിയാസിൻ്റെ ആശങ്ക കേൾക്കാത്ത പാടി ഒരുത്തൻ ചാടി പുറപ്പെട്ടു, ഒരു കക്ഷി ചാനലിരുന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഇത് നിരോധിക്കണം, വന്ദേമാതരം നിരോധിക്കണം, അത് പുനഃപരിശോധിക്കണം, അത് എങ്ങനെയെന്ന് നോക്കണം, ആരാണ് ഉത്തരവാദി. അവിടെ ഔറംഗസീബും അലാവുദ്ദീൻ ഖിൽജിയും ഒന്നുമല്ല ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്നുകൂടി ഈ ആൾക്കാർ കേട്ടാൽ, ഓർത്താൽ നല്ലത്. കാരണം ഡൽഹി പോലീസിന്റെ ഒരു കേസ് വന്നതുപോലെ, അതെ, അതായത് ജനഗണമനയ്ക്കുള്ള നിയമപരിരക്ഷ, അതേ പരിരക്ഷ വന്ദേമാതരത്തിനുണ്ട്. അല്ല, മനസ്സിലാക്കട്ടെ, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റ് ഉണ്ട്. ഒരു മുതിർന്ന കോൺഗ്രസ്, ഒരുപാട് മുതിർന്നതല്ലെങ്കിലും ഒരു നല്ല ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് നന്നായിട്ട് ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന, BJPയെ വിമർശിക്കുന്ന, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം നന്നായിട്ട് മുന്നോട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് BRM ഷഫീർ. അറിയായിരിക്കുമല്ലോ, നെടുമങ്ങാടുകാരനാണ് ഷഫീർ. കുറേ കാലമായിട്ട് അദ്ദേഹം ചാനൽ ചർച്ചകളിലൊക്കെ വളരെ സജീവമാണ്. ആ BRM ഷഫീർ ഈ വിഷയത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വളരെ രസകരമാണ് ആ പോസ്റ്റ്. ഞാൻ നേരത്തെ ഞാനൊന്ന് വായിക്കാം, നമ്മുടെ പ്രേക്ഷകർക്ക് കൂടെ വേണ്ടിയിട്ടാണ്. BRM ഷഫീർ, ഞാൻ പറഞ്ഞ ഇതുപോലുള്ള മനുഷ്യരാണ് രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച്, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ അഭിമാനം കൊള്ളുന്ന രാഷ്ട്രീയ നേതാക്കൾ വേണം പിന്നെ നമ്മുടെ രാജ്യത്തുണ്ടാകേണ്ടത്. ഈ BRM ഷഫീറിനെ എന്തുകൊണ്ടൊരു സീറ്റ് കൊടുത്ത് കോൺഗ്രസ് മത്സരിപ്പിച്ചില്ല എന്നാണ് എനിക്ക് സത്യത്തിൽ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കാനുള്ളത്. BRM ഷഫീർ ഇട്ടിരിക്കുന്ന പോസ്റ്റ് വളരെ ചെറിയ പോസ്റ്റാണ്, ഞാൻ പെട്ടെന്ന് വായിക്കാം. ദേശീയ ഗാനത്തെ പോലെ പ്രധാനപ്പെട്ടതാണ് രാജ്യത്തിന് ദേശീയ ഗീതവും. 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ ഇത് രവീന്ദ്രനാഥ ടാഗോർ പൂർണ്ണമായും ആലപിച്ചാണ് സമ്മേളനം തുടങ്ങിയത്. 1905 രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര രാഷ്ട്രീയ മുദ്രാവാക്യം ആയി പാർട്ടി വന്ദേമാതരം എന്നത് തിരഞ്ഞെടുത്തു. നോക്കൂ, ചരിത്രമാണ് BRM ഷഫീർ പറയുന്നത്, നടന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ഒളിച്ചം പാത്തുകൊണ്ടായതല്ല. ഇനി വന്ദേമാതരവും ദേശീയ ഗാനവും ദേശീയ പതാകയും എന്തിന്? ഇൻഗുലാബ് സിന്ദാബാദ് എന്നതടക്കം കോൺഗ്രസ്സിന് അവകാശപ്പെട്ടതാണ്. ശരിയല്ലേ? ഭഗത് സിംഗ് ആരായിരുന്നു? കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ്സിനുള്ളിലെ സോഷ്യലിസ്റ്റ് വിഭാഗമായിരുന്നു അവരൊക്കെ, അല്ലേ? ലാലാ ലജ്പത് റായ് ആരായിരുന്നു? ഇന്ത്യൻ സോഷ്യലിസത്തിൻ്റെ പിതാവ് സത്യത്തിൽ ലാലാ ലജ്പത് റായ് അല്ലേ? ഈ ചരിത്രം മറച്ചു വെച്ചുകൊണ്ടല്ലേ ഇന്ന് നമ്മുടെ കുട്ടികളെ പലതും തെറ്റായത് പഠിപ്പിക്കുന്നത്? ഇരിക്കട്ടെ, ഞാൻ ചരിത്രം പറയാൻ തുടങ്ങിയാൽ നമ്മൾ വഴിതെറ്റി പോകും. കോൺഗ്രസ്സിന് അവകാശപ്പെട്ടതാണ്. ഭാരതഭൂമി ദൈവത്തെ പോലെ മഹത്തരം, ശോഭനവും പ്രൗഢവും എന്നതാണ് അർത്ഥവും ഉള്ളടക്കവും. അതിൽ അപരമത വിദ്വേഷമില്ല.
ആലാപന സൗകര്യാർത്ഥം ആദ്യ ഖണ്ഡം പാടിയിരുന്നെന്ന് മാത്രം. ഇനിയും പാടും. കാരണം വന്ദേ മാതരം കോൺഗ്രസ്സിന് കൂടി വേണ്ടി രചിച്ചതാണ്. എനിക്കതിനകത്ത് മറ്റൊരു പോസ്റ്റ് ഒരാൾ ഇട്ടത് എനിക്ക് തോന്നുന്നു, ഞാനത് ആ പോസ്റ്റ് ഷെയർ ചെയ്യാൻ വിട്ടുപോയി. വന്ദേ മാതരം കോൺഗ്രസ്സിന് കൂടി വേണ്ടി രചിച്ചതാണ്. തൊട്ട് ഒരു വരി കൂടെ ചേർക്കണം ഇക്കാര്യത്തിൽ, അത് രാഷ്ട്രത്തിന് വേണ്ടി രചിച്ചതാണ്. അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇതൊക്കെ ഈ നമ്മുടെ ഇത്രയും വിപുലമായ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തെ, നമ്മുടെ അഭിമാന ചിഹ്നങ്ങളെ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ മാനബിന്ദുക്കളെ ഒക്കെ തട്ടിത്തകർക്കുന്നത് ഇതൊക്കെയല്ലേ ഈ CPM-ന്റെ ചരിത്രം പഠിപ്പിക്കുന്ന കടമയിലുള്ളവരൊക്കെ കുട്ടികളെ പഠിപ്പിക്കേണ്ട, SFIക്കാരെ പഠിപ്പിക്കേണ്ടത് ഈ ചരിത്രമാണ്. ഇന്ത്യയുടെ, ഭാരതം വേണ്ട, നിങ്ങൾ ഭാരതം എന്ന് പറയണ്ട, ഇന്ത്യയുടെ ചരിത്രം നമുക്ക് ഒരു നിർബന്ധമില്ല. ഇന്ത്യ എന്ന് പറയണ്ട എന്ന് നമുക്ക് ഒരു നിർബന്ധം. 5 അക്ഷരമുള്ള അതെ പിറന്ന മണ്ണിനോട് ഇത്രയും വെറുപ്പും ഇത്രയും വിദ്വേഷവുമുള്ള ഒരു വിഭാഗത്തെ വേറെ കണ്ടിട്ടില്ല. നോക്കൂ, നമ്മൾ കരുതുന്നത് പോലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ ഒന്നാമത്തെ പ്രശ്നം ഇവരാണ്. ഈ അർബൻ നക്സലുകളെ ചുമക്കുന്ന ഈ ചുവപ്പ് ഭീകരതയാണ്. ഈ ചുവപ്പ് ഭീകരതയാണത്. ഈ രാജ്യത്തിൻ്റെ ഉപ്പും ചോറും തിന്ന് ഈ മണ്ണിൽ വിളയുന്ന അന്നം ഭക്ഷിച്ചിട്ട് ഈ മണ്ണിനോട് കൂറില്ലാതെ ഇപ്പോഴും ചൈനയെ നോക്കി ക്യൂബയെ നോക്കി കുരച്ചുകൊണ്ടിരിക്കുന്ന കുറേ വേട്ടാവളിയന്മാർ. ഈ അർബൻ നക്സലുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു സംശയമുണ്ടെങ്കിൽ അതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞപ്പോൾ, തിരുവനന്തപുരത്തെ പ്രശസ്തമായ പൊങ്കാല കഴിഞ്ഞപ്പോൾ, അയ്യോ ഈ കോർപ്പറേഷൻ ചവറൊന്നും നീക്കിയില്ല, അത് ആ മാലിന്യം കൂടി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കോർപ്പറേഷൻ ജീവനക്കാർ ഈ മാലിന്യങ്ങൾ പോകുമ്പോൾ പിറകിൽ നിന്നും ഒരു ടീം വന്നിട്ട് അവരൊക്കെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ട് പോകുന്നു. അതാണ് അർബൻ നക്സലിസം. കാരണം അവരൊരു മറ്റൊരു വളരെ ശരിയായ അവരുടെ ഒരു പൊതുജനത്തിനെ കഴുതയാക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന, അവരെ ഈ ഭരണകൂടത്തിനെതിരെ തിരിക്കുന്ന, നിലവിലെ ഭരണ സംവിധാനത്തിനെ എന്താ പറയുക, തകർക്കാൻ ശ്രമിക്കുന്നത്. വ്യാജ എവിഡൻസുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ വ്യാജ നിർമ്മിതികൾ ഉണ്ടാക്കിയെടുത്ത് ഇതെല്ലാം ഭരണകൂടത്തിനെതിരെ തിരിക്കുക. അതെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്കൊക്കെ പ്രത്യേക അജണ്ടകളുണ്ട്. ഇവർക്ക് ഇപ്പോൾ വെളിയിൽ നിന്ന് ഫണ്ട് വരുന്നുണ്ട്. ഇവരിതൊക്കെ ഉപയോഗിച്ചാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഒരു BRM ഷഫീറെങ്കിലും ഇതിനെതിരെ പ്രതികരിച്ചല്ലോ എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു വക്താവാകുകയാണ് മുഹമ്മദ് റിയാസ് ചെയ്തത്. അപ്പോൾ ആ മുഹമ്മദ് റിയാസിൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ കുട്ടി സഖാക്കളുടെ പ്രശ്നം എന്താണെന്നറിയോ? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന അൻവറിനെ തോൽപ്പിച്ച് ജയിച്ചു വന്നു. പക്ഷെ സർക്കാർ ഇവിടെ ഇല്ല. പ്രതിപക്ഷ നേതാവാക്കുമെന്ന് വിചാരിച്ചു. ക്യാബിനറ്റ് റാങ്ക് കിട്ടും. അതെ, കാരണം അപ്പുറത്ത് ബാലഗോപാലുണ്ട്, ബാലഗോപാലുണ്ട്. ബാലഗോപാലിലേക്ക് പോകാതെ അത് സമർത്ഥമായിട്ട് രാജീവ് തോറ്റുപോയി. സമർത്ഥമായിട്ട് അതിനെ ഇരട്ടച്ചങ്കൻ തട്ടിയെടുക്കുകയായിരുന്നു. അത് ബുദ്ധിയുള്ള ബാലഗോപാലോട് പോയി. കാരണം തലയിരിക്കുമ്പോൾ വാലാടണ്ട എന്നാണ് പിണറായി. അതായത് ഞാൻ കഴിഞ്ഞാൽ നേരെ ഇത് മരുമോനിലേക്ക് പോയാൽ മതി. അതെ, അങ്ങനെയാണ് അദ്ദേഹം അത് പിടിച്ചത്. അപ്പൊ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിന് ഇപ്പൊ നല്ല തിരക്കുള്ള സമയമാണ്. മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഈ നേതാക്കന്മാരെല്ലാം മന്ത്രിമാരായി വന്നു, ബാക്കിയെല്ലാം MLA-മാരായി. അപ്പോൾ അവർക്ക് ഇനി അവർ നിയമസഭയ്ക്കുള്ളിൽ സർക്കാരിന്റെ ഭാഗമായിട്ട് വേണം എന്തെങ്കിലും പറയാൻ. അപ്പൊ ഇനി പഴയ വർഗീയ അവരെ അപക്വ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ആ ഗ്യാപ്പിലേക്ക് PA മുഹമ്മദ് റിയാസിന്റെ ഒരു വേക്കൻസി ഉണ്ട്. റിയാസിന് അവിടെ ഒരു ഓഫർ ഉണ്ട്, ഒരു സീറ്റ് ഉണ്ട്. അപ്പൊ റിയാസിന് ഇനി കമ്മ്യൂണിസം പറയുന്നതിനേക്കാൾ നല്ലത് KT ജലീൽ കുറെ കാലം പറ്റിത്തുള്ളൂ. പച്ച പഴയ സിമിക്കാരന്റെ മുഹമ്മദ് റിയാസ് പഴയ സിമിക്കാരനാണോ എന്നൊരു സംശയമുണ്ട്. അല്ല, പഴയ സിമിക്കാരൻ മുഹമ്മദ് റിയാസോ? അത് ജലീലല്ല. റിയാസിന്റെ പ്രവൃത്തി കണ്ടാൽ ഞാൻ ഈ പഴയ സിമിയിലേക്ക് പോകുന്നു, അല്ലെ ഞാൻ അവിടുന്ന് പോയി തിരിച്ചു വരാം, അങ്ങനൊരു നയമാണെന്ന് അല്ലെങ്കിൽ ബേപ്പൂർ ഇരുന്നുകൊണ്ട് റിയാസ് എന്തിനാണ് ഈ വന്ദേ മാതരത്തിനെതിരെ ഈ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർക്കൊന്നുമില്ലാത്ത ആശങ്ക ഈ മുഹമ്മദ് റിയാസിന് വന്നിരിക്കുന്നു. വിഷയത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടവരല്ലേ ഇവര്. അതെ, അവർ തന്നെ ഇത് ചെയ്യുമ്പോൾ ആ ഈ കുട്ടി സഖാക്കന്മാര് പിന്നെ എന്ത് ചെയ്യും? റിപ്പബ്ലിക് ദിന പരേഡ് എല്ലാ 26-നും നടക്കും. ഓഗസ്റ്റ് 15-ന് നമ്മുടെ സ്വാതന്ത്ര്യദിനാഘോഷവും നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും. മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ മാറി മുഖ്യ അതിഥികളാവും. അപ്പോഴൊക്കെ കുട്ടികൾ
ദേശഭക്തി ഗാനം ആലപിക്കുന്നുണ്ട്, വന്ദേ മാതരം ആലപിക്കുന്നുണ്ട്. അപ്പോഴെന്തൊരു പറയാത്തത് ഇവിടെ പാടാൻ പറ്റില്ലെന്ന്? അല്ല, അന്ന് ആശങ്കയില്ല. ഓഗസ്റ്റ് 15 സംസ്ഥാന സർക്കാരിന്റെ ചടങ്ങും 26 ഗവർണറുടെ ചടങ്ങാണല്ലോ. അല്ല, ഇത് രണ്ടും സംസ്ഥാന സർക്കാരിന്റെ ചടങ്ങാണ്. സത്യത്തിൽ സത്യപ്രതിജ്ഞയും സംസ്ഥാന സർക്കാരിൻ്റെതല്ലേ? ആണ്. എന്നിട്ട് അപ്പോൾ ഈ ചടങ്ങുകളിലെല്ലാം ഈ ദേശഭക്തി ഗാനങ്ങൾ ഇതും ആലപിക്കുമ്പോൾ, വന്ദേമാതരം ഉൾപ്പെടെ ആലപിക്കുമ്പോൾ, ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മാത്രം എന്തുകൊണ്ടാണ് റിയാസിന് ഈ ചൊറിച്ചിൽ വരുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇരിക്കട്ടെ, ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പള്ളിക്കത്തോട്ട് ഈ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിച്ചത് ആര്? തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം. ഇപ്പോൾ സ്റ്റുഡൻസ് കൗൺസിൽ പിരിച്ചുവിട്ടു, അന്വേഷണം നടക്കുന്നുണ്ട്, ഡയറക്ടർ കൃത്യമായിട്ട് നടപടി എടുത്തിട്ടുണ്ട്, പോലീസിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഡയറക്ടർ അനുമതി കൊടുത്തിട്ട് കുട്ടികൾ അവിടെ എത്തി ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ വന്ന് ബഹളം ഉണ്ടാക്കി നിർബന്ധിച്ച് കുട്ടികളെ ഇറക്കി വിടുന്നത്. ചെറിയ JNU ഉണ്ട്. അതായത് തുക്കടെ ഗ്യാങ് കേരളത്തിലും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങ് ഡൽഹിയിലുണ്ടായിരുന്ന തുക്കടെ ഗ്യാങ് തീർന്നു. ആ തുക്കടെ ഗ്യാങ്ങിന്റെ കഥ തീർത്തു. ഇപ്പൊ ആർക്കും പോണ്ട. അല്ലാതെ അത് അവിടെ എൻട്രൻസ് വെച്ചു. അതുകൊണ്ടാ ഇനി എൻട്രൻസ് എഴുതിയ ജയിക്കില്ല, പോകുന്നുണ്ട് എൻട്രൻസ്. മറ്റത് കേരളത്തിൽ ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന മാർഗം വാങ്ങിച്ച് വണ്ടി കയറി നേരെ അവിടെ ചെന്ന് പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും JNUവിലും ജാമിയ മില്ലിയിലും അലിഗഡിലും ഒക്കെ അഡ്മിഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു? UGC നടപടിക്രമം മാറ്റി, എൻട്രൻസ് വെച്ചു. ഒരൊറ്റ എണ്ണം ജയിക്കുന്നില്ലല്ലോ ഇപ്പം കേരളത്തിൽ നിന്ന് പോകുന്നത്. ജയിക്കില്ല. കാരണം വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, കഴിവും ഇല്ല. പിന്നെ എങ്ങനെ ജയിക്കും? ആകെ അറിയാവുന്നത് ഈ മുദ്രാവാക്യം വിളിക്കാനാണല്ലോ, അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാൻ. അത് ഇനി അവിടെ വില പോകില്ല, അതിൻ്റെ കാലം കഴിഞ്ഞു. അപ്പോൾ ആ കൂട്ടം എല്ലാം കൂടി ഇങ്ങോട്ട് കയറിയിരിക്കുകയാണ് ഇവിടെ കുട്ടിച്ചോറാക്കാൻ. ഇവിടെ ഇപ്പം തന്നെ കുട്ടിച്ചോറാണ്. കുട്ടികൾ പഠിക്കണമെങ്കിൽ കേരളത്തിന് പുറത്ത് പോയി മര്യാദയ്ക്ക് ഏതെങ്കിലും കോളേജിലോ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ പോയി പഠിച്ച് ജയിച്ചു വരികയാണ്. ഇവിടെ ഇപ്പോൾ പഠിക്കാൻ കുട്ടികളെ സീറ്റ് വേക്കൻ്റാണ്, കുട്ടികളെ കിട്ടുന്നില്ല. കുട്ടികൾ പോകുന്നു, ആർട്സ് സബ്ജക്റ്റിന് 35,000 സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു, സയൻസ് സബ്ജക്റ്റിന് 10-18,000 സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു എന്നൊക്കെയാണ് വാർത്തകൾ. നോക്കൂ, എത്ര മോശമായിരിക്കുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം. അവിടെയാണ് ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, വളരെ പ്രശസ്തമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത്തരത്തിലൊരു വൃത്തികെട്ട ജാതിക്കാരുടെ ഇറക്കിയ ഒരു കളി. നോക്കൂ, NSSൻ്റെ എത്രയോ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ നാളെ അതെല്ലാം പൂട്ടണം. അതെല്ലാം ജാതി സ്ഥാപനങ്ങളല്ലേ, അതെല്ലാം പൂട്ടണോ? SNDPയുടെ സ്ഥാപനങ്ങളെല്ലാം പൂട്ടണോ? എങ്കിൽ എന്തുകൊണ്ട് ഇവർ ഈ ക്രിസ്ത്യൻ സമുദായം നടത്തുന്ന സ്ഥാപനങ്ങൾ, മുസ്ലിം സമുദായം നടത്തുന്ന സ്ഥാപനങ്ങൾ, അതിലേക്ക് എന്തുകൊണ്ട് ഇവർ പോകുന്നില്ല? ഇവർ വിളിക്കുമല്ലോ, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുമല്ലോ. എന്തേ അവിടെയൊന്നും ഇവർ പോകാത്തത്? എന്താ ഇവർ ഈ NSSൻ്റെ സ്ഥാപനത്തിൽ മാത്രം? അപ്പോൾ ഇത് കൃത്യമായ അജണ്ടയാണ്, ഇതിൻ്റെ പുറകിൽ വലിയ ഗൂഢ ഉദ്ദേശങ്ങളുണ്ട്. ഇത് കേരളത്തിൽ ഇത് എന്തോ ഒന്നിൻ്റെ കേളികൊട്ടാണ്. ആ എന്തോ ഒന്ന് നമുക്കെന്താണെന്ന് മനസ്സിലായി. വളരെ കൃത്യമായിട്ട് അർബൻ നക്സലുകളുടെ അജണ്ടയാണിത്, ഒരു സംശയവും വേണ്ട. അത് SFIയിലൂടെ പുറത്തു വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വരാൻ പോകുന്ന 5 വർഷം ഈ സർക്കാരിന് വലിയ വെല്ലുവിളി ഇവർ ഉയർത്തും. ഇവർ ആടിമുടി ഇത് ഭീകരവാദികളാണ്, ഒരു സംശയവും വേണ്ട. ഈ പറഞ്ഞ മാർച്ച് 31 ഇന്ത്യയിൽ നിന്ന് നക്സലിസത്തെ, മാവോയിസത്തെ ഇല്ലായ്മ ചെയ്തു എന്ന് പറഞ്ഞത് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അത് സത്യമാണ്. പക്ഷേ ആ അർബൻ നക്സലുകളെല്ലാം ആ നക്സലിസത്തെ കായികമായി പോലീസിനെയും ഭരണകൂടത്തെയും നേരിട്ട് കൊണ്ടിരിക്കുന്ന നക്സലുകളെ, മാവോയിസ്റ്റുകളെ വാർത്തെടുക്കുന്ന അർബൻ നക്സലുകളെല്ലാം കൂടെ കൂടും കുടുക്കയെടുത്ത് കേരളത്തിലേക്ക് കടന്നിരിക്കുന്നു. അതിൻ്റെ തെളിവാണ് പള്ളിക്കത്തോട്ടിൽ ഉണ്ടായത്. കാരണം 5 കൊല്ലം LDFന് പണിയില്ല, CPM-കാർക്ക് ഇവിടെ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഇവരെ വളർത്തി പ്രബുദ്ധരാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനും കാത്തിരുന്ന് കാണാം നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത്.